വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്ന് മട്ടൻ ബിരിയാണിയാണ്. എൻ്റെ പാർട്ടി ഓർഡേഴ്സിലൊക്കെ പോകുന്ന മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഡേറ്റ്സ് പിക്കിൾ, പുതിന ചമ്മന്തി, പിക്കിൾഡ് അണിയൻസ് ആൻഡ് റൈത്ത, അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഡേറ്റ് പിക്കിൾ എന്നോട് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡേറ്റ്സ് പിക്കിളിന് 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഡേറ്റ്സ് 1 കപ്പ്, ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് 4 എണ്ണം, ആൻഡ് ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, ആൻഡ് ഗാർലിക് 4 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി. ഇതൊരു 8 പേരുടെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റിക്ക് വേണ്ട ഡേറ്റ്സ് പിക്കിളിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ആൻഡ് പുളി വെള്ളം, നമ്മുടെ ടാമറിൻഡ് വാട്ടർ, ആൻഡ് ശർക്കരയുടെ നീര് ഉരുക്കിയത്, ഉപ്പ്. ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത്. പാനിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ നേരത്തെ മിൻസ് ചെയ്ത് വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി ആൻഡ് പച്ചമുളക് ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇത് നല്ല ബ്രൗൺ ആവണ വരെ ഒന്ന് സോട്ട് ചെയ്യണം. ആൻഡ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നെക്സ്റ്റ് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ശർക്കര ആഡ് ചെയ്യാനായിട്ട്. ശർക്കര ഒരു 3/4 കപ്പൊക്കെ വേണ്ടി വരും, ഉരുക്കിയ ശർക്കര. യെസ്, അത് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പുളിയുടെ വെള്ളം, കുടംപുളിയുടെ വെള്ളം ഇനി നന്നായിട്ട് ബോയിൽ ആവട്ടെ. എന്ന് നന്നായിട്ട് തിളച്ചിട്ട് വേണം ഡേറ്റ്സ് ആഡ് ചെയ്യാനായിട്ട്. ഒരു 2-3 കറി ലീവ്സ് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മുടെ ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഡേറ്റ്സ് ഏത് വെറൈറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കുറഞ്ഞ വെറൈറ്റി ആയാലും മതി. ഇനി നന്നായിട്ട് തിക്കാവട്ടെ. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ നമ്മുടെ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന നമ്മുടെ ഡേറ്റ്സ് പിക്കിളിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് ബോയിലായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവട്ടെ. ശർക്കര മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. മധുരമാണ് കൂടുതൽ നിൽക്കേണ്ടത്. ഇത് കറക്റ്റാണ്. ഇത് നന്നായിട്ട് കുറച്ച് നേരം തിളയ്ക്കുമ്പോഴേ ഡേറ്റ്സ് ഒക്കെ വെന്തിട്ട് നല്ലൊരു ബ്ലെൻഡ് ചെയ്ത ടേസ്റ്റ് വരുള്ളൂ. മധുരം പുളിയും കൂടി ബ്ലെൻഡ് ചെയ്ത ടേസ്റ്റ്. അപ്പോൾ അതുവരെ ഇങ്ങനെ തിളച്ച് അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തണ വരെ ഒന്ന് സ്റ്റേർ ചെയ്യാം. ഇനി ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു നൂല് പോലെ വരുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേണ്ട, ചെറിയൊരു നൂല് പോലെ. ഇതേ 1 മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഇങ്ങനെ ഒരു നൂല് പോലെ വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. ബിക്കോസ് ഇനി കുറച്ച് നേരം ചൂടാറിക്കഴിയുമ്പോൾ കുറേ കൂടെ തിക്കാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. യെസ്, നമ്മുടെ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി പുതിന ചമ്മന്തി. ഇനി പുതിന ചമ്മന്തിക്ക് 1 കപ്പ് ഫ്രഷ് തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, ആൻഡ് 1 കപ്പ് തന്നെ പുതിനയുടെ ഇല മാത്രം, പുതിന ഇലയുടെ ഇല മാത്രം 1 കപ്പ്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ 1 കപ്പൊക്കെ എടുക്കുമ്പോൾ. ആൻഡ് 5 ചെറിയ ഉള്ളി, ആൻഡ് ചെറിയൊരു പീസ് ജിഞ്ചർ, ആൻഡ് വെളുത്തുള്ളി ഒരു 5 എണ്ണം ഫുൾ, ആൻഡ് പച്ചമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ആൻഡ് ലൈം ജ്യൂസ്, നേരിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. ഇനി പെപ്പർ വേണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം പെപ്പർ ഇട്ടാൽ മതി. ഇത്രയും നല്ല ചമ്മന്തിയുടെയൊക്കെ പോലെ ഗ്രൈൻഡ് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഇങ്ങനെ അരഞ്ഞില്ലെങ്കിൽ മാത്രം ചെറിയൊരു ക്വാണ്ടിറ്റി വാട്ടർ ആഡ് ചെയ്തിട്ട് അരച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് അരക്കേണ്ടി വരും. അല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ഇട്ടാൽ ഈ ചമ്മന്തിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും. ആഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇത്തിരി ആഡ് ചെയ്താൽ മതി. ഞാൻ ഒട്ടും വെള്ളം ഇല്ലാതെ അരച്ചത്, ബിക്കോസ് ഉള്ളിയൊക്കെ ഉള്ള കാരണം ബ്രേക്ക് ചെയ്ത് അരയ്ക്കുവാണെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞോളും. ഇത് കണ്ട, വെള്ളം ആഡ് ചെയ്യാതെ അരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ചമ്മന്തി ഇരിക്കുകയുള്ളൂ. ആൻഡ് ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അരയുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം ആഡ് ചെയ്താൽ മതി. നമ്മുടെ പുതിന ചമ്മന്തി കഴിഞ്ഞു. ഇതിന് നല്ല പുതിനയിലയുടെ ടേസ്റ്റും വേണം, നാരങ്ങയുടെ ടേസ്റ്റ് വേണം, ഗാർലിക്, ഇഞ്ചി, പച്ചമുളക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ബ്ലെൻഡ് ചെയ്ത ടേസ്റ്റ് വേണം. ഇത് സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാനും നല്ല കേട്ടോ ഈ ചമ്മന്തി. പുതിന സാൻഡ്വിച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന. യെസ്, ചമ്മന്തി കഴിഞ്ഞു. ഇനി ബിരിയാണിയുടെ കൂടെ ഒരു റെഡ് കളറിലെ സാലഡിന് വേണ്ടിയിട്ട് സവാള, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, ആൻഡ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. അത് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് വരും. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ആൻഡ് വിനാഗിരി. ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ആ ബീട്രൂട്ടിൻ്റെ പച്ച ചുവ മാറുള്ളൂ. ആൻഡ് കാണാൻ നല്ല ഭംഗിയാണ് ബിരിയാണിയുടെ കൂടെ ഈ റെഡ് കളറിലെ അണിയൻസ്. വിനാഗിരി ആവശ്യത്തിനുള്ള വേണം, അല്ലെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് തോന്നും. ആൻഡ് സവാള അരിയുമ്പോഴും ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞാൽ മതി. കുറച്ചും കൂടി ചെറുതായിട്ട് അരിയാട്ടാ, ഇത് ഇത്തിരി വലുതായിപ്പോയി.
ഇനി റൈത്ത ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാനുള്ള റൈത്ത ഉണ്ടാക്കണ വേറൊരു രീതിയിലാണ്. 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ആൻഡ് ഉപ്പ് ആവശ്യത്തിന്, ആൻഡ് 2 പച്ചമുളക്, ആൻഡ് തൈര് 1 കപ്പ് തന്നെ. അത് ഇത്രയും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് അരിഞ്ഞു വരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ. ഇവിടെ വീട്ടിൽ മന്നയ്ക്കൊക്കെ ഇങ്ങനത്തെ റൈത്തയാണ് ഇഷ്ടം. യെസ്, ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ. സവാളയും തൈരും പച്ചമുളകും ഉപ്പും കൂടി. ആൻഡ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യുക്കുംബർ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ റൈത്ത റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പം നമ്മുടെ റൈത്ത റെഡി ആയിട്ടുണ്ട്. ഇനി മട്ടൻ ബിരിയാണിക്ക് ഞാനൊരു 8 പേരുടെ ക്വാണ്ടിറ്റിയാണ് പറയാൻ പോകുന്നത്. 1.5 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ എടുത്താലേ പീസസ് ഉണ്ടാവുള്ളൂ. അപ്പം മട്ടനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ആൻഡ് ഗരം മസാല, നിങ്ങൾ യൂസ് ചെയ്യണ ഏത് ഗരം മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ചെറിയൊരു പിഞ്ച് പെപ്പർ. ഇത്രയും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കാം. ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യണേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ്സൊക്കെ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്യാം. മട്ടൺ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാം, പ്രഷർ കുക്ക് ചെയ്യാം. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ മട്ടൺ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു 3 ആദ്യത്തെ വിസിൽ കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 2 വിസിലൊക്കെ വേണ്ടി വരും മട്ടൺ വേവാനായിട്ട്. മട്ടൺ കുക്കാവട്ടെ. ഇനി ബിരിയാണിയുടെ കറി റെഡിയാക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒരു 3/4 കപ്പ്, ഗീ ഒരു 1/2 കപ്പ്, ആൻഡ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് 3 കപ്പ്. ഇനി ഇത് നന്നായിട്ട് സോട്ടേ ആവട്ടെ. ഇനി നമുക്ക് ബിരിയാണിയുടെ ചോറൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഈ സമയത്ത്. ഇനി ബിരിയാണി ലോങ് ഗ്രെയിൻ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും ലോങ് ഗ്രെയിൻ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ വെറൈറ്റിയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റി. ഭയങ്കര സോഫ്റ്റാണ് റൈസ്, എക്സ്ട്രാ സോഫ്റ്റാണ് ഈ വെറൈറ്റി സൂപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 4 കപ്പ് 250 ml കപ്പിൽ 4 കപ്പ് അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം ½ an hour. ഇനി വേണ്ടത് 1.5 കപ്പ് ചെറിയുള്ളി, ഇഞ്ചി ഒരു 3 മീഡിയം സൈസ്, ഗാർലിക് ഒരു 1/4 കപ്പ് മുഴുവനായിട്ടുള്ളത്, ആൻഡ് പച്ചമുളക് ഒരു 10 എണ്ണം. ഇത്രയും ഒന്ന് മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. ഒരുപാട് അരഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ. ഇതുപോലെ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ഇതുപോലെ അരഞ്ഞാൽ മതി. ഇനി നമ്മൾ നേരത്തെ സോട്ടേ ചെയ്ത സവാളയിലോട്ട് ഈ ക്രഷ് ചെയ്ത ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മുരിയണം. രണ്ടും സവാളയും ഈ ഉള്ളിയുടെ മിക്സും നന്നായിട്ട് മുരിയണം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്താലേ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിയുടെ മസാല എടുക്കാം. ഇനി ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടി 5 മീഡിയം സൈസ് സിനമൺ, കറുവപ്പട്ട, ആൻഡ് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകം, ആൻഡ് 1 സ്റ്റാർ അനീസ്, ആൻഡ് ഒരു 12 കറയാമ്പൂ, 12 ഏലക്ക, ആൻഡ് 1/4 ടീസ്പൂൺ കടുക്. ഇത്രയും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. നമ്മൾ പൊടിച്ച മസാല സോട്ടേ ചെയ്ത് ചെറിയുള്ളിയും സവാളയുടെ മിക്സിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരുപാടങ്ങ് മുരിഞ്ഞ് കഴിഞ്ഞാൽ മസാലയുടെ മണമൊക്കെ പോകും. അപ്പോൾ അത്രയും മുരിയരുത്, ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. ഇനി 2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ അത് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് വഴറ്റണം. നന്നായിട്ടാവട്ടെ. ഇനി നമ്മൾ വേവിച്ച മട്ടൻ പീസസ് ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുക. സോട്ടേ ചെയ്ത് ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇനി ഒരു 20 മിനിറ്റ്സ് കൂടി മട്ടൻ ഈ ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് ആവട്ടെ. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സും കൂടി മട്ടനിലേക്ക് നല്ല ഗ്രേവി പിടിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വേണ്ടത് മല്ലിയില 1 കപ്പ്, പുതിനയില 1 കപ്പ്, 1/4 കപ്പ് വൈറ്റ് കിസ്മിസ്, ആൻഡ് 1/4 കപ്പ് കാഷ്യൂനട്ട്സ്. ഇത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് തൈര് 2 ടേബിൾ സ്പൂൺ തൈര് അയച്ചിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ കിസ്മിസ് ആഡ് ചെയ്യുന്നത്. മട്ടൺ വേവാനുണ്ടെങ്കിൽ ഒരിക്കലും ഈ നട്ട്സ് ആദ്യം ആഡ് ചെയ്യരുത്. നന്നായിട്ട് ഇപ്പോൾ ഈ പാത്രത്തിൽ കിടന്ന് വേവാനുണ്ടെങ്കിൽ മട്ടൺ നന്നായിട്ട് വെന്തിട്ട് വേണം ഈ നട്ട്സും കിസ്മിസും ആഡ് ചെയ്യാൻ. ബിക്കോസ് നട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മട്ടൺ അങ്ങനെ വേവില്ല. അപ്പോൾ മട്ടൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ബിരിയാണിയുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാനുണ്ട്. ബാക്കി മസാലയൊക്കെ ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ് 8 പേരുടെ ബിരിയാണിക്ക്.
ചെറിയൊരു മധുരവും ഉണ്ട്, പച്ചമുളകിൻ്റെ എരിവും ഉണ്ട്. അതാണ് കൂടുതൽ നിൽക്കുന്നത്. ഇനി റൈസ് കുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച റൈസ് കുക്ക് ചെയ്യാൻ പോണത് ഈ മട്ടൻ കുക്ക് ചെയ്ത് വെള്ളത്തിലാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഗീ ആഡ് ചെയ്യുക. ആൻഡ് കറുവപ്പട്ട 2-3 പീസ്, കറിയാമ്പൂ 3, ആൻഡ് സ്റ്റാർ അനീസ് 1 പീസ്, ആൻഡ് 3-4 ഏലക്ക ആൻഡ് കറിയാമ്പൂവിൻ്റെ ഇല. ഇത്രയും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാൻ മതി. ഒരുപാട് ഒന്നും മൊരിഞ്ഞു വരുത്, ജസ്റ്റ് സോട്ട് ചെയ്യാൻ മതി. ജസ്റ്റ് സോട്ട് ചെയ്യുക. ആൻഡ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്യുക. എപ്പോഴും സ്ട്രെയിൻ ചെയ്തിട്ട് വേണം കേട്ടോ റൈസ് ആഡ് ചെയ്യാനായിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് റൈസ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിപ്പോൾ 4 കപ്പ് 250 ml കപ്പിൽ 4 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ ടോട്ടൽ 9 കപ്പ് വെള്ളം വേണം. അപ്പോൾ അതിൽ 2 കപ്പ് നമ്മൾ മട്ടൻ കുക്ക് ചെയ്ത വെള്ളവും ബാക്കി നമ്മൾ തിളച്ച വെള്ളവുമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ മട്ടൻ കുക്ക് ചെയ്ത വെള്ളം 2 കപ്പ് ആൻഡ് തിളച്ച വെള്ളം 7 കപ്പ്. 1 ഇപ്പോൾ ടോട്ടൽ 9 കപ്പ് വെള്ളമായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. എപ്പോഴും തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പം മട്ടൻ സ്റ്റോക്കിന് തന്നെ ആറിയിട്ട് ഒരിക്കലും ആഡ് ചെയ്യരുത്. എപ്പോഴും നല്ല ചൂടായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി തിളയ്ക്കാൻ തുടങ്ങി. ഇനി തീ കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഉപ്പിടുക. സ്റ്റോക്കിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ആൻഡ് റൈസിന് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പതുക്കെ ഒന്ന് സ്റ്റർ ചെയ്യുക. നമ്മൾ എപ്പോഴെപ്പോഴും സ്റ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ അരി മുറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഉപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റർ ചെയ്യുക. ആൻഡ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. റൈസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. നമ്മൾ ഈ മട്ടൻ്റെ ഗ്രേവി, മട്ടൻ്റെ കുക്ക് ചെയ്ത വെള്ളത്തിൽ വേവിച്ചാലാണ് ഒരു ലൈറ്റ് യെല്ലോ കളറിലിരിക്കണേ. ബട്ട് ആ കളർ എനിക്കിഷ്ടമാണ് ബിരിയാണിക്ക്. ഇനി ഇതൊന്ന് പരന്നൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. സോ ഇതിങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ ആ റൈസ് ഇതിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് ഓവർ കുക്കായി പോകും. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയിടാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ദം ചെയ്യാം. ജസ്റ്റ് ഒന്ന് പരത്തിയിടുക. അതുപോലെ തന്നെ കുറേ നേരം ഇതുപോലെ ഓപ്പണായിട്ട് വെക്കാനും പാടില്ല, റൈസിൻ്റെ ഫ്ലേവർ പോകും. കുറച്ച് നേരം ഒന്ന് പരത്തിയിട്ടാൽ മതി. ദം ചെയ്യാനായിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മട്ടൻ കറി ആഡ് ചെയ്യുക. കുറച്ചിങ്ങനെ സ്പ്രെഡാക്കിയിടുക. ഇനി റൈസ് ആഡ് ചെയ്യുക. റൈസ് ഇതുപോലെ സ്പ്രെഡാക്കിയാൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. നിങ്ങൾക്ക് മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം. ഞാൻ കുറച്ച് സവാള വറുത്തത്, ഇത് നെയ്യിൽ വറുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് കിസ്മിസും നട്ട്സും വറുത്തത്. എഗെയിൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുക. കുക്ക് ചെയ്ത നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ കറി ആൻഡ് നമ്മുടെ റൈസ്. ഇത് കിസ്മിസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബിരിയാണിയിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായി. ഇത്തിരി ചെറിയൊരു മധുരം വരുമ്പോൾ നെയ്യ് ആഡ് ചെയ്യുക. കുറച്ച് മല്ലിയില, കുറച്ച് സവാള വറുത്തത് ആൻഡ് കറിയുടെ ബാക്കി. ഇത് പ്രോപ്പർ കേരള സ്റ്റൈൽ ബിരിയാണിയുടെ ടേസ്റ്റാണ് കേട്ടോ. മറ്റേ തമിഴ്നാട് സ്റ്റൈൽ ടേസ്റ്റ് അല്ല. കുറച്ച് മല്ലിയിലയും സവാളയും മുകളിലിടുക. എന്നിട്ട് ദം ചെയ്യാം. ഇനി ദം ചെയ്യാനായിട്ട് ഒരു കേടായ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം എടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം ആയാലും മതി. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ വെള്ളം ആഡ് ചെയ്യാം. ചെറുത് മതി. എന്നിട്ട് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്ത പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഞാൻ മൈദ വെച്ചൊന്നും കവർ ചെയ്യണില്ല, ജസ്റ്റ് വെയിറ്റ് ഉള്ളൊരു പാത്രം വെക്കുന്നേ ഉള്ളൂ. ഇനി ഒരു 20 മിനിറ്റ്സ് ദമ്മാവട്ടെ. 20 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. യെസ്, പെർഫെക്റ്റ്. ടേസ്റ്റ് ആയിട്ടെ. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഡേറ്റ് പിക്കിൾ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവും ചൂടാറി കഴിയുമ്പോൾ. അപ്പം ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. യെസ്. ഇനി നമ്മുടെ പുതിന ചമ്മന്തി, റെഡ് അനിയൻ, പിക്കിൾഡ് റെഡ് അനിയൻ. ഇത് നല്ലൊരു കാണാൻ ഭയങ്കര വൈബ്രൻ്റ് ആണ്. ഇങ്ങനെ ഒരു റെഡ് കളറിൽ അനിയൻസ് വരുമ്പോൾ. ഇത് ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചല്ല, ഈ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട. അതെനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് നമ്മുടെ റൈത്ത, പപ്പടം ആൻഡ് മുട്ട. സെറ്റ്. ഇനി കഴിക്കട്ടെ. എനിക്ക് ഈ ബിരിയാണിക്ക് ഈ എല്ലാ കോമ്പിനേഷനും ഉള്ളപ്പോഴാണൊരു
ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കുള്ളൂ. നല്ല ഈസിയാണ്. മെയിനായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്താൽ മതി, ഒന്നും അരിയണ്ട. സവാള മാത്രം അരിഞ്ഞാൽ മതി. ഇനി അതും ക്രഷ് ചെയ്താലും കുഴപ്പമൊന്നും വരാനില്ല, ബിക്കോസ് മസാല നല്ല ടേസ്റ്റാണിത്. ആൻഡ് ഈ റെഡ് അണിയൻ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ ഒരു നമുക്കിപ്പോൾ ഗസ്റ്റിനൊക്കെ വേണ്ടിയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കും പ്ലേറ്റ്. പുതിന ചമ്മന്തി ആണെങ്കിലും പുതിനയിലയുടെ ടേസ്റ്റ് ബിരിയാണിയുടെ ആ മട്ടപ്പ് ഒരിക്കലും ഉണ്ടാവില്ല പുതിനയിലയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.